ഓർഡർ ഒരാളോട് വരാനുണ്ട്. ശരി, കുറേ നേരമായി. എടാ ഹലോ, ഞാൻ മറ്റേ മീറ്റ് ബാരലുണ്ട്. 2 മണിക്കൂറായിട്ട് ഇവിടെ പോസ്റ്റാ. ആ കുട്ടിക്ക് തീരെ കൃത്യനിഷ്ഠയില്ലാന്ന് തോന്നുന്നു. കുഴപ്പമില്ല, കല്യാണം കഴിഞ്ഞാൽ സെറ്റ് ആയിക്കോളാം. നീ ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിൽക്കല്ലേ, ആദ്യം ഇതൊന്നും നടക്കട്ടെ. 10-30 പെണ്ണ് കണ്ടല്ലേ, ഇതെങ്കിലും ഒന്ന് സെറ്റ് ആവട്ടെ. എടാ നിന്റെ പറഞ്ഞില്ലേട്ടാ, ഞാനെന്തോ ചെയ്ത പോലെ ആണല്ലോ. എനിക്ക് ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ പെണ്ണിന് ഇഷ്ടപ്പെടില്ല, പെണ്ണിന് ഇഷ്ടപ്പെട്ടാൽ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടില്ല. ഇനി എനിക്കും പെണ്ണിനും വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട മറ്റേ ചൊവ്വയ്ക്കോ ബുധനോ വ്യാഴത്തിനോ അവർക്കൊന്നും ഇഷ്ടപ്പെടില്ല. പിന്നെ ആ കണിയാൻ പറഞ്ഞ എന്തോ മധ്യമ രഞ്ജു ആണെന്നാ. അപ്പോൾ അതേപോലുള്ളൊരു പെണ്ണിനെ വേണം എനിക്ക് കെട്ടാനും. അതിലൊന്നൊരു കാര്യമില്ല, അല്ലെങ്കിൽ ഈ കാലത്ത് നിന്നെ പോലെ സിഗരറ്റ് വലിക്കാത്തതും കള്ളു കുടിക്കാത്തായിട്ടുള്ള ആണുങ്ങളെ കിട്ടണ്ടേ? അതിന് തന്നെ വേണം ഒരു ഭാഗ്യം. ഞാൻ ആ കൊച്ചിന്റെ ഫോട്ടോ കണ്ടതാ. നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ, കാണാനും നല്ല ഭംഗിയാ. സാർ, ഇനിയെങ്കിലും ഒരു ഓർഡർ. 2 കോഫി. 2 കോഫി. ഹായ്. ഹലോ. ഹലോ. ഹായ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എൻ്റെ അടുത്ത്? അല്ല, എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടോന്ന്? കുട്ടി സിംഗിളാണോ? അല്ല, ഞാൻ സിംഗിളാണ്. കുട്ടിയും സിംഗിളാണോ എന്നറിയാം. ഞാനും സിംഗിളാണ്. ഓക്കെ. എന്താ അത്ര ലേറ്റായേ? ഞാനല്ലല്ലോ, താനല്ലേ ലേറ്റായേ? അതല്ല, കല്യാണം കഴിക്കാൻ അത്ര ലേറ്റായെന്ന്. അതെ, ഈ കല്യാണം എന്നൊക്കെ പറയുന്നതൊരു മേക്ക് ബിലീഫാണല്ലോ. അപ്പോൾ കുറച്ച് ആഘോഷിച്ച് പഠിച്ചിട്ട് ചെയ്യാമെന്ന് കരുതി. പിന്നെ ജീവിതം കുറേ അങ്ങ് ആഘോഷിച്ചു. അല്ല, കുട്ടി എന്താ ലേറ്റായേ? മധ്യമരഞ്ജു. ഓ, ശരിയാ. അല്ല, കുട്ടിക്ക് ദൈവത്തിലും ജാതകത്തിലും ഒക്കെ വിശ്വാസമുണ്ടോ? എനിക്കോ? എനിക്കൊരു വിശ്വാസമില്ല. ശരിക്കും? ദൈവത്തിനാണേ എനിക്കൊരു വിശ്വാസമില്ല. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതാ ഞാൻ ഇവിടെ വരാൻ പറഞ്ഞു. എന്താ? ബിബിനെ എനിക്കിഷ്ടമായി. കല്യാണത്തിന് ഞാൻ ഓക്കെ ആണ്. പക്ഷേ അതെ, ആദ്യ രാത്രി എനിക്ക് ചെറിയൊരാഗ്രഹമുണ്ട്. ബിബിൻ അതെനിക്ക് നടത്തി തരുമോ? എന്ത്?
മഴയായി പൊഴിയാം. രേഷ്മേ, രേഷ്മേ, എന്താ പന്തല് പണിക്കാരുടെ കാശ്, പന്തല് പണിതന്റെ കാശ് പന്തലൊക്കെ ഉച്ചയ്ക്ക് അയച്ചുകൊണ്ട് പോയി. ആരോട് ചോദിച്ചിട്ട്? ആരോട് ചോദിച്ചിട്ട്? ഇതേ മനുഷ്യ വെറുതെ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. ഒരു പെണ്ണ് കയറുന്ന ദിവസം പറഞ്ഞു. നിനക്ക് നിന്റെ അച്ഛനൊന്നും എന്നെ പറ്റിച്ച് മതിയായില്ലടി. കൊടീശ്വരനായോണ്ടായിരുന്നു ഞാൻ. അമ്മാവ മോന്റെ കല്യാണമാക്കണ്ട, വെറുതെ നടക്കാം. അമ്മ അടി ചാടി ചാടി നില്ലേ കളൂടിയാ. അതെ അതെ മോളും അതെ. രേഷ്മേ, ആ കൊച്ചെവിടെ? റൂം പോയി. അവനോ? അവൻ നേരത്തെ റൂമിൽ കയറി കഥ പഠിച്ചിരിപ്പുണ്ട്. മധുവിതുരാവുകളിൽ സുരവിലയാളിൽ മടിയിലൊരമ്പൂവിനെ മടിയിൽ പെൺപൂവിനെ താ. കുറെ നേരമായി വെയിറ്റ് ചെയ്യാണോ? എനിക്കിതൊക്കെ ശീലമല്ലേ? ഏ അല്ല, വെയിറ്റ് ചെയ്യുന്നത് ശീലമല്ലേ? ആപ്സിരിക്കും, ഞാൻ കഥ അടയ്ക്കാം. കഥ കടച്ചു. ഏട്ടാ, പാൽ. പിന്നെ എന്നെ ഏട്ടാന്നൊന്നും വിളിക്കണ്ട. ഓക്കെ ശരിയടാ. അത് എനിക്ക് വേണ്ട, തുപ്പലാടാ. ഈ ഇടയ്ക്ക് ഏട്ടാന്ന് വിളിക്കാം. ഓക്കെ ഏട്ടാ. വല്ലാത്ത പരവേശം. അതെ ഏട്ടാ, നമ്മൾ എന്തിനാ യാതൊരാത്രി പാല് കുടിക്കണേ? രാത്രി പാലിനകത്ത് ഈ അമിനോ ആസിഡും പ്രോട്ടീനും ഒക്കെ ഉണ്ടല്ലോ. അതിനിപ്പോൾ ഈ ഉറക്കത്തിന് നല്ലതായിരിക്കും, അതുകൊണ്ടായിരിക്കും. അതന്നെ, ആദ്യരാത്രി 6 ഏട്ടാ ഉറങ്ങണേ. എന്നാ പിന്നെ നമുക്ക് ഉറങ്ങിയാലോ? അയ്യോ, അപ്പൊ ഞാൻ പറഞ്ഞ ആഗ്രഹം അതൊക്കെ സെറ്റാ. എന്താ ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നേ? അതോ, എൻ്റെ ആദ്യത്തെ വെള്ളടി എൻ്റെ പാർട്ട്ണറുടെ കൂടെ ആവണം എന്നുള്ള എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. ഓ അച്ചടാ, വേറെ ഉണ്ടോ ഇതുപോലെ ആഗ്രഹങ്ങൾ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏട്ടനോട് പറഞ്ഞാൽ മതി, ഈ ഏട്ടൻ ഞാൻ നടത്തി തരും. ശരിക്കും? വെള്ളമൊഴിക്കടാ പട്ടി. അയ്യോ ഏട്ടാ, ഇതൊന്നും ഞാൻ സംസാരിക്കണതല്ല. ആ താങ്ക്സ്. ആ ഓ, അതെ, ആ എനിക്ക് ഒരെണ്ണം കൂടി തരുമോ? ഇനി കുടിക്കണോ? ഒരെണ്ണിട്ട് ഒഴിക്കടാ. വീണ്ടും താങ്ക്സ്. എന്തിനാ പെണ്ണെ പട്ടി പോകുന്നോളക്കിരുന്ന് പോകുന്നേ? ആരെങ്കിലും കേക്കും? ഏട്ടാ, ഏട്ടാ.
ഏട്ടാ, എന്തുവാ ഞാൻ ഏട്ടനെ പറ്റയ്ക്കായിരുന്നു ഏട്ടാ. I cheat you. നീ പറയുന്നേ? വിവാഹത്തിന് മുന്നേ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. അത്രല്ലേ ഉള്ളൂ, അതൊക്കെ സാധാരണ ഉള്ള കാര്യമില്ലേ, അതൊക്കെ മറന്നേക്ക്. എനിക്കത് മറക്കാൻ പറ്റൂല. ഏട്ടാ ഞങ്ങളുടെ കല്യാണം നടത്തി തരണം. ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണം. എന്താണ് ഈ പറയുന്നേ? എന്റെ ബ്രിട്ടോ. അയ്യോ 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 അയ്യോ. നാരായണ 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 നാരായണ. ഓ ദുഷ്ടൻ. നീചനാണ് നിങ്ങൾ. നിങ്ങളല്ലേ ഈ ലോകം, എന്റെ ബ്രിട്ടല്ലാത്ത ഈ ലോകം. എനിക്ക് വേണ്ട, എനിക്ക് ജീവിതം വേണ്ട. ഈ ഡയലോഗ് ഞാൻ എവിടെയോ എന്നിട്ട് അതിനകത്ത് എന്റെ ദൈവമേ, നീ എന്തോ ഈ കാണിക്കുന്നേ? ഇവിടെ കിടന്ന് നിർത്തുവശത്തോട്ടോ എനിക്കിത് ജീവിക്കണ്ട, എനിക്ക് ചാടണം. ഞാനും ചെയ്തിട്ടോ ഇവിടെ കിടന്ന് ബഹളം കണ്ടു കഴിഞ്ഞു. എന്തുവാ എൻജോയ് ചെയ്യാല്ലേ? ഒരു ചെറുതെടുക്കട്ടെ നമ്മളെയൊക്കെ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ചാടും. എന്റെ ദൈവമേ, എന്റെ ജീവിതം ആദ്യം കണ്ടി കാണുകയും ചെയ്തു. മൂന്നായിട്ട് കാണാൻ നിനക്കൊന്നും ഭാഗത്ത് ഉറക്കമല്ലടി. കൊച്ചേ ചേട്ടാ സാധനം ഇരിപ്പുണ്ടോ? എനിക്കൊന്നും ആയില്ല. ഓക്കെ, ഗുഡ് നൈറ്റ്. അയ്യോ എന്റെ ജീവിതം. അയ്യോ, ഈ ചെറുക്കന് തന്നെ പറ്റി. സംഭവം ഇന്നലെ ഫുള്ള് വെള്ളമായിരുന്നു. ആ ഞാൻ കണ്ടതാ ഇന്നലെ ആ ബാഗിൽ ആ കൊച്ചു പെണ്ണിനെ കിട്ടി എന്തോരം പാട് കൊടുത്ത് വെച്ചെന്നറിയോ വെച്ചാ. കൊച്ചു പിള്ളേരെല്ലാം പിഴച്ചു പോവാ. ആ ചന്നല രാത്രി ചേച്ചി ചേട്ടനെ പിടിച്ചു വെച്ചുകൊണ്ടാണ് ഞാൻ കണ്ടത് ടെറസിൽ. ഈ ശീലം നീ എപ്പോ തുടങ്ങി? കുടുംബത്തിലൊരു പെണ്ണ് വന്ന് കയറിയത് നീ മറന്നോ? ഇനി മേലെ ഈ സാധനം നീ കൈകൊണ്ട് തൊട്ടെന്ന് പറഞ്ഞാൽ നിന്റെ അവസാനം. എനിക്ക് സംശയം അളിന് വിശേഷം വല്ലതും ഉണ്ടോ? ഒന്ന് പോ മനുഷ്യ, അടുത്ത നിങ്ങൾക്ക് കിട്ടാ. എൻ്റെ അളിയ ഇന്നലത്തെ ബാക്കിയല്ലോ കാണോ ചെറുതോറിന് കൊടുക്കാൻ. ചായ ഐഡി രാവിലെ തന്നെ എണീറ്റായിരുന്നോ? കൊള്ളൻ. അതെ, ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ എൻ്റെ എല്ലാ ആഗ്രഹവും സാധിച്ചു തരുമെന്ന്. എന്നാ പിന്നെ ഞാൻ എൻ്റെ രണ്ടാമത്തെ ആഗ്രഹം പറഞ്ഞിട്ടെ. ഡോക്ടർ റിസൈൻ ചെയ്യാണെന്ന് പറയുന്ന കേട്ടല്ലോ. തിരിച്ച് അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാ? കുറച്ച് ദിവസം ഇനി ഇവിടെ കാണും. അപ്പോൾ സിനിമയിലൊക്കെ പാടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാം വിട്ടോ? വിട്ടല്ലേ പറ്റൂ. അന്നും എന്നെപ്പോലുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ആഗ്രഹം ഇഷ്ടമൊക്കെ? എന്തായാലേ താഴോട്ടല്ലേ, നീ കുറച്ച് ദിവസമല്ലേ ഇവിടെ കാണുള്ളൂ.